ഇങ്ങനെ ഊഞ്ഞാൽ കണ്ടപ്പം ഒരു കഥകളിങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ചെറുപ്പകാലത്തൊക്കെ ഈ ഊഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിപ്പോൾ തടിയാണ് കേട്ടോ, തടി കൊണ്ടൊക്കെ എൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ. പക്ഷേ ഞങ്ങളുടെ സമയത്തൊക്കെ ഇതുപോലെ മടലായിരുന്നു. ഈ കയറേലിങ്ങനെ കയറ്റി വെക്കും മടൽ. ഈ മടലിങ്ങനെ വെച്ച് അതിൻ്റെ മണ്ടയ്ക്കാണ് അതിലാണ് ഇരിക്കുന്നത്. പക്ഷേ അന്നേരം ഈ രണ്ട് സൈഡുണ്ടല്ലോ, ഈ രണ്ട് സൈഡ് ശരിക്കും ഇങ്ങനെ കയറ് കൊണ്ട് കീറുമ്പോൾ നമ്മുടെ തുടയിലൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ രണ്ടുപേര് പെട്ടയ്ക്കൊക്കെ ചില്ലാനാടുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ചില്ലാനാടുക, അതായത് ഒരാൾ ഇരിക്കും, ഒരാൾ നിൽക്കും, എന്നിട്ട് പുറപ്പിക്കും. അങ്ങനെയൊക്കെ ആടുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു ഊഞ്ഞാലുണ്ട്, ചെറിയ ഇതുപോലത്തെ ഒരു പൂമരശ കിട്ടിയ ഒരു ഊഞ്ഞാൽ, ഇത്രേ ഉള്ളൂ. പക്ഷേ അന്ന് നമ്മളുടെയൊക്കെ പിള്ളേർ സെറ്റൊക്കെ കൂടുതലുള്ളതുകൊണ്ട് അന്ന് ഈ ഊഞ്ഞാൽ ചുമ്മാ അതവിടെ കിടന്നാലും ആടാൻ വരില്ല, മനസ്സിലായോ? അപ്പോൾ അത് ആടത്തില്ല ഞങ്ങൾ. പക്ഷെ ആരെങ്കിലും വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഊഞ്ഞാലാന്നുള്ള അധികാരത്തിൽ കയറി ആദ്യം ഞങ്ങളാടും. 5 5 10 ഒക്കെ ആടിയിട്ട് 1 2 എണ്ണുമല്ലോ. അപ്പം അങ്ങനെ 5 10 ഒക്കെ എണ്ണിയിട്ട് അടുത്ത ആളിന് കൊടുക്കും. അപ്പം വീട്ടുകാരൻ ആടി കഴിഞ്ഞേ ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ. ഭയങ്കര അതുവരെ ചുമ്മാതെ അവിടെ കിടന്നാലും ആടത്തൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലും വരുമ്പോഴൊക്കെ, അപ്പം പിള്ളേരൊക്കെ ആകുമ്പോൾ നമ്മൾ ഒന്നിച്ചൊക്കെ അന്ന് എല്ലാവരും എന്താണ് അങ്ങനെയൊക്കെ ഉള്ള ഇത് കൂടിവരവ് ഉണ്ടായിരുന്നു. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി ഓരോരോ സ്ഥലങ്ങളിൽ പോകുമായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. അന്നൊക്കെ പോകാം, മനസ്സിലായോ? അപ്പോൾ അത് അന്ന് എല്ലാ വീടുകളിലും ഊഞ്ഞാലുള്ളിടത്ത് പോകും. ഈ മാങ്ങായും ഈ ചാമ്പയ്ക്കായൊക്കെ ഉള്ള സ്ഥലത്തോട്ടൊക്കെ ഞങ്ങളിങ്ങനെ 3 4 പേര് ചേർന്ന് പോകുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഈ ഊഞ്ഞാൽ കണ്ടപ്പോൾ കഥയൊക്കെ ഓർമ്മ വന്നു, പഴയ കാലങ്ങളൊക്കെ. ഇന്നൊന്നും അങ്ങനെയൊന്നുള്ള ഊഞ്ഞാലയിലോട്ടൊന്നും ആർക്കും ശ്രദ്ധയില്ല. ഇന്ന് എല്ലാവരും മൊബൈലിലൊക്കെ അഡിക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതങ്ങനൊരു കാലം. ഇതിപ്പം കണ്ടപ്പോൾ ഒരു സന്തോഷം. പലരെയും എനിക്ക് ഓർമ്മ വന്നു ഇങ്ങനെ ഈ ഊഞ്ഞാൽ കണ്ടപ്പോഴേ. അപ്പോൾ ഞങ്ങളന്ന് കൂടിയ, അന്ന് ഞങ്ങൾ ഒന്നിച്ച് നടന്ന ആൾക്കാരെയൊക്കെ പലരെയും ഓർമ്മ വന്നു. ആരെയും പേരൊന്നും പറയുന്നില്ല, പക്ഷേ പലരും ഓർമ്മ വന്നു.